ഈ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ എന്നാണ് നമ്മുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പൊതുവിപണിയിൽ 280 രൂപ വരെയായി. ഏതാണ്ട് 35 രൂപ കുറഞ്ഞ ദിവസങ്ങൾക്കിടയിൽ വെളിച്ചെണ്ണയ്ക്ക് കൂടിയെന്നാണ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊപ്ര ലഭിക്കാത്തതാണ് ഈ വില ഉയരാൻ കാരണം. അപ്പോൾ പച്ചത്തേങ്ങയുടെ വിലയാണെങ്കിൽ ഏതാണ്ട് 61 രൂപ വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിലക്കയറ്റത്തിന്റെ വിവരങ്ങളാണ് എസ് ശ്യാംകുമാർ പങ്കുവയ്ക്കുന്നത് കൊച്ചിയിൽ നിന്ന്. ശ്യാമ, എന്താണ് ഈ വെളിച്ചെണ്ണ വില ഇങ്ങനെ ക്രമാതീതമായി ഒരു നിയന്ത്രണവുമില്ലാതെ ഉയരുന്നതിന്റെ കാരണം? അതിന്റെ വിവരങ്ങൾ വിപണിയിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? വിജയകുമാർ, വെളിച്ചെണ്ണ വില കേരളത്തിൽ വലിയ തോതിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ കൂടുന്നു എന്നുള്ളതാണ് വിപണിയിൽ നിന്നുള്ള വില നിലവാരം സൂചിപ്പിക്കുന്നത്. അതിന് പ്രധാന കാരണം തമിഴ്നാട്ടിൽ നിന്ന് കൊപ്രയുടെ വരവ് അത് പകുതിയിലേറെയായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും കൊപ്ര കിട്ടുന്നില്ല കേരളത്തിലെ ചെറുകിട മില്ലുകൾക്ക് ഉൾപ്പെടെ എന്നുള്ളതാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇത്തവണ തേങ്ങ ഉൽപാദനം വളരെ കുറവായിരുന്നു. വേനൽ മഴ കുറഞ്ഞതാണ് തമിഴ്നാട്ടിലെ കർഷകർക്കും പ്രതിസന്ധി ഉണ്ടായത്. അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗവസ്തുക്കളിൽ ഒന്നാണ് വെളിച്ചെണ്ണയും തേങ്ങയും. അത് രണ്ടിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ വിലയ്ക്ക് 35 രൂപ വരെയുള്ള വർധനവുണ്ടായി. ഇപ്പോൾ കിലോയ്ക്ക് 280 രൂപ വരെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് വെളിച്ചെണ്ണ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പച്ചത്തേങ്ങയ്ക്കും ക്രമാതീതമായി തന്നെ വില ഉയരുന്നു. 61 രൂപ വരെ പച്ചത്തേങ്ങയ്ക്ക് മൊത്ത വിപണിയിൽ വില എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും വിഷു ഒക്കെ എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വെളിച്ചെണ്ണയുടെയും പച്ചത്തേങ്ങയുടെയും ഒക്കെ വില വർധനവ് അത് കേരളത്തെ സാരമായി തന്നെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.